നമസ്കാരം. ഓണം കേരളീയരുടെ വലിയൊരു ഉത്സവമാണ്. അപ്പോൾ ഓണത്തിൻ്റെ തലേ ദിവസം ഉത്രാടപ്പാച്ചിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഒരുപാട് ആളുകൾ വലിയ പ്രതീക്ഷകളൊക്കെ ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് മുൻകാലങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തീർത്തും പറയാം. നമ്മളൊക്കെ ഓണത്തലേന്ന് എത്തുമ്പോഴൊന്നും ഇതുപോലൊരു ഇതിപ്പോൾ പൂരത്തിൻ്റെ തലേ ദിവസമുള്ള രീതിയിൽ സമാനമായ രീതിയിൽ ആളുകൾ ഇവിടെ വന്നുകൊണ്ട് വിശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഓണാഘോഷങ്ങൾ കാണുന്നുണ്ട്, ഒരുപാട് പർച്ചേസൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വിശിഷ്ട വ്യക്തി ഇവിടെ എത്തിയിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ, ഇവിടെ നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രം. ഹായ് മാവേലി, എന്തായി ഓണങ്ങളൊക്കെ? വളരെയധികം സന്തോഷത്തിലാണ്, സങ്കടത്തിലാണ്. എന്താണ് ഈ ഒരു പ്രജകൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവിടെയുള്ള ഓരോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെറിയ രീതിയിൽ ആഘോഷിക്കാന്നുള്ള ഒരു നിലയ്ക്കാണ്. അപ്പോൾ ഈ ഓണം ആഘോഷിക്കുമ്പോൾ എന്താണ് ഈ പ്രജകൾക്കൊക്കെ കൊടുക്കണത്? അത് പാലടയാണ് കൊടുക്കുന്നത്. ഒരുപാട് പേര് ഇവിടെ പാലട കഴിക്കുന്നുണ്ട്. നമ്മുടെ ജയന്റെ ഒക്കെ ഒരു ഫാനാണ് അല്ലേ, കട്ട ഫാൻ അല്ലേ? ജയന്റെ ഒരു വലിയൊരു ആരാധകനാണല്ലേ. നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ? എന്തായാലും പേര് പറഞ്ഞത്? അഷ്റഫ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ സെൽഫി എടുക്കുന്നുണ്ട്, ആള് പാലട കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറേ മാധ്യമ പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട്, മാധ്യമ സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ മുമ്പിലെ ഓണക്കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ മാവേലിയെ നമ്മൾ കണ്ടു. ഇനി മറ്റു കാഴ്ചകളിലേക്ക് ഇപ്പോൾ തൃക്കാക്കരപ്പനെ വിൽക്കുന്നുണ്ട്, അതുപോലെ പൂക്കൾ എല്ലാം വിൽക്കുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ആളുകൾക്ക് പറയാനുള്ളതെന്നും കേൾക്കാം. ഇവിടെ കുറേ ചട്ടികൾ, നമ്മൾ പാചകം ചെയ്യുന്നുള്ള ചട്ടികൾ, അതുപോലെ തൃക്കാക്കരപ്പനൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാ കൊല്ലവും ഇപ്പോൾ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഈ ഒരു കച്ചവടം ഉണ്ട്. നമസ്കാരം ഭായ്, എങ്ങനെയുണ്ട് തൃക്കാക്കരപ്പൻ്റെ കച്ചവടമൊക്കെ? ഓണമായിട്ട് എങ്ങനെയാണ് ആളുകൾ വരുന്നുണ്ടോ? കുറവാണ് ഈ കൊല്ലം. മൊത്തത്തിലൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും. അതല്ലേ, കഴിഞ്ഞ വർഷത്തെ ആളെ അപേക്ഷിച്ച് കുറവാണ്. ഞാനൊരു 20 വർഷമായിട്ട് കച്ചവടത്തിന് വരുന്നുണ്ട്. ഓണം കച്ചവടം 20 വർഷമായിട്ട് വന്നിട്ട് ഏറ്റവും കുറവ് കച്ചവടം ഈ വർഷമാണ്. വളരെ മോശം കച്ചവടം. നമ്മൾ സാഹചര്യം വളരെ മോശമായ സാഹചര്യമായിരുന്നു കേരളത്തിൽ. നമുക്കൊക്കെ അറിയാം, വയനാട് ദുരന്തം നമ്മളെ വേദനിപ്പിച്ചത്. സർക്കാർ തലത്തിലൊക്കെ ഒരു വലിയൊരു ആഘോഷങ്ങളൊക്കെ നിർത്തിവെച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ കച്ചവടക്കാരെ ബാധിച്ചു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. നമുക്കിവിടെ ഒരു നമസ്കാരം ചേട്ടാ. നമസ്കാരം. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ പുതുക്കാടുന്നാണ്. അപ്പോൾ ഓണത്തലേന്ന്, അതായത് കുറേ ആഘോഷങ്ങളൊക്കെ കുറച്ചൊക്കെ മാറ്റിവെച്ച ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഓണത്തിനെ കുറിച്ച് പറയാനുള്ളത്? ഓണം എന്ത് വന്നാലും നന്നായി ആഘോഷിക്കുക. എല്ലാവരും നമുക്ക് കുറേ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഈ അടുത്തൊക്കെ ഉണ്ടായി. പ്രത്യേകിച്ച് കൂടി പോലും നമ്മളുള്ളത് കൊണ്ട് കാണാൻ വിറ്റ് പോകണമെന്നൊന്നും നല്ല ഒരു പഴഞ്ഞില്ല കാര്യങ്ങളൊക്കെ. അത് പ്രകാരം നമ്മൾ നന്നായി ആഘോഷിക്കുക എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. എന്താ പേര് പറഞ്ഞത്? എൻ്റെ പേര് സ്റ്റൈനോന്ന് പേര്. മോൻ്റെ പേരെന്താ? എന്താ പേര്? ഒരു പാട്ട് പാടിയാലോ? ഒരു ഓണത്തിനെ കുറിച്ച് ഒരു പാട്ട് പാട്. എന്തെങ്കിലും പാട്ട് പാടും എനിക്ക് ഇഷ്ടമുള്ളത്. मेरी माता कितना दूध पिलाती है, मेरी माता प्यारी माता मुझे गुप पिलाती है, मेरी माता प्यारी माता मुझे बहुत बाती है. വെരി ഗുഡ്. എന്തായാലും ഈ ഒരു ധൈര്യം കാണിച്ചതിന് ആശംസകൾ. എന്തായാലും ഓണാശംസ നേരിടണം. ഈ സ്കൂളിലാണ് പഠിക്കുന്നത്? കേന്ദ്ര വിദ്യാലയ തൃശ്ശൂർ. ഓക്കെ, കേന്ദ്ര വിദ്യാലയ സ്കൂളിലാണ് പഠിക്കുന്നത്. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4. മോനോ? പറപ്പൂക്കര. അതെ, സെന്റ് ജോൺസ്. നമ്മുടെ ഒപ്പം 2 സുഹൃത്തുക്കളുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സാണ്. നമ്മൾ ചെമ്പൂത്ര പൂരത്തിന് പരിചയപ്പെട്ട ആളാണ്. നമസ്കാരം. എന്താ പേര് പറഞ്ഞിട്ടുണ്ടായത്? ആദർശ്. എങ്ങനെ ഓണത്തിന്റെ പരിപാടികളായിട്ട് ഇറങ്ങിയതാണോ? ഓണത്തിന്റെ പുലിക്കളിയും അല്ല നമ്മള് അപ്പൊ പൂമ്പളാണ് ചേട്ടൻ കണ്ടത്. അപ്പൊ കണ്ടിട്ട് സംസാരിച്ചിട്ട് പുലിക്കളിക്ക് എന്തായാലും പൊളിക്കണം. അപ്പോൾ നമ്മൾ തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് എന്നും ആഘോഷങ്ങളാണ്. ഇന്നിപ്പോ ഓണത്തിന്റെ തലേ ദിവസം ഒരു ആഘോഷമായി വരികയാണ്. പണ്ട് കാലങ്ങളിലൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്നും ആഘോഷം വരുന്ന രീതിയിലാണ്. നമ്മുടെ ചാനലിന്റെ പ്രേക്ഷകരുടെ അടുത്തൊരു അടിപൊളി ഒരു ഓണാശംസകൾ പറഞ്ഞു. എല്ലാവർക്കും ഹാപ്പി ഓണം. പൊളിയെല്ലാവരും
ആദ്യം കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. അതല്ലേ, പരീക്ഷകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പരീക്ഷ കുഴപ്പമില്ല, കഴിഞ്ഞു. സമാധാനായി. ഇനി 10 ദിവസം അടിച്ചു വിളിക്കാം. ഓക്കെ. തെക്കേ ഗോപുരനട മുതൽ ഏകദേശം പാറമേക്കാവിൻ്റെ ഫ്രണ്ട് ഭാഗം വരെ 2 സൈഡിലും കടകളായിട്ട് ഈ പ്രാവശ്യം വളരെ വിപുലമായ രീതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആൾക്കാരും ഒരുപാട് ആളുകൾ കാണാനും പർച്ചേസ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. തൃശ്ശൂർ, കേരളത്തിൻ്റെ സാംസ്കാരിക നഗരമായ തൃശ്ശൂർ ഓരോ ദിവസവും ആഘോഷങ്ങളുടെ പൂരമായി കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ പൂരം വലിയൊരു തരത്തിലേക്ക് എത്തുന്ന രീതിയിൽ തലേദിവസമൊക്കെ റൗണ്ടിൽ ഫുള്ള് ആളുകൾ നിറഞ്ഞിട്ട് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അത് പിന്നെ വലിയൊരു വിഷയങ്ങളിലേക്ക് എത്തുക തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയൊരു പ്രശ്നങ്ങളിലേക്ക് ആളുകൾ വർദ്ധിച്ചതിൻ്റെ. അപ്പോൾ അതേപോലെ തന്നെ എല്ലാ ആഘോഷങ്ങളും തൃശ്ശൂരിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആളുകളുടെ അടുത്ത് ചോദിച്ചറിയാം. അതുപോലെ തന്നെ കച്ചവടക്കാരുടെ അടുത്ത്, കച്ചവടം 1-2 കച്ചവടക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ കുറവാണെന്നാണ് പറഞ്ഞത്. പക്ഷേ വലിയ തോതിലുള്ള ആളുകൾ കാണാനായിട്ട് വരുന്നുണ്ട് തൃശ്ശൂരിലേക്ക്. നമ്മുടെ ഇപ്പോൾ ഒരു സുഹൃത്തുണ്ട്. മോനെ എന്താ പേര്? ദർശനാർ. അതല്ലേ, മോനെ എത്രല്ല പഠിക്കണേ? ഞാൻ 6ലാണ്. ഓണായിട്ട് ഇവിടെ എന്തിനു വന്നാണ്? ഞങ്ങള് സ്റ്റാൾ ഇടാൻ വേണ്ടിട്ട് വന്നതാണ്. അതല്ലേ, മോന്റെ സ്റ്റാളിൽ എന്തൊക്കെയുണ്ട്? സെറ്റ് മുണ്ട്, സാരി ഒക്കെ ഉണ്ട്. അതല്ലേ, നിങ്ങള് അങ്ങനെ ഫാമിലി ആയിട്ട് വന്നാണോ? അതെ, ഫാമിലി ആയിട്ട്. എവിടെന്ന് സ്ഥലം പറഞ്ഞേ? കുത്താമ്പുള്ളി. അതല്ലേ, കുത്താമ്പുള്ളിന്നും പല സ്ഥലത്തു നിന്നൊക്കെ ആയിട്ട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ വരുന്നവർ പർച്ചേസ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ ഇവിടേക്ക് എത്തുക. ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് പല ഭാഗത്തു നിന്നൊക്കെ. ഒരു പാട്ട് പാടാൻ പറ്റുമോ? പാട്. നാടിൻ മകനെ പുൻവകനെ മുത്തായവനെ, ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്തു വെച്ച രക്ഷകനെ സംഭാരകനെ, അണ്ണൻ കണ്ണനായി വന്നവനെ, വയമേ മാറിപ്പോ നീ അണ്ണൻ വന്ന തുമ്പുത്തുണ്ടല്ലേ, ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാവരും ചൊല്ലേ, ഇവനെ തൊടുവാരായെങ്കും ചെല്ലത്തിരക്കെ, കാലം നടത്തി വെച്ച സ്വർക്കം പോലും മദ്യപതെ, ഇല്ലുമിനടി ഇല്ലുമിനടി. യാത്ര അറിയുന്നു. അടിപൊളിട്ടാ. അങ്ങനെ എല്ലാവിധ ഓണാശംസകളും നേരെയാണ്. നീ പാട്ട് പാടണ്ടാ? നമ്മളെ ഇവിടെ കാറിൽ കുറച്ച് തേങ്ങയുടെ ചെലവൊക്കെ ആയിട്ട് വിൽപ്പനയ്ക്ക് ഒരു ചേട്ടത്തിണ്ട്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സജീവ്. അതല്ലേ, ഈ തേങ്ങ ചെലവ് വിൽപ്പനയ്ക്കായിട്ട് വന്നാണോ? അതെ അതെ. എവിടെ സ്ഥലം ചേട്ടൻ്റെ? വാടാനപ്പള്ളി. വാടാനപ്പള്ളി. ഇത് എങ്ങനെയുണ്ട്, ആളുകൾ വാങ്ങുന്നുണ്ടോ? കച്ചവടം നടക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നാമത് ഹാൻഡ് മെയ്ഡ് ആണ്. നമ്മൾ വർക്ക്ഷോപ്പിൽ ഉണ്ടാക്കുന്നതാണ്. ബുഷ് ഫിക്സ് ചെയ്തിട്ടുള്ള ഒന്നാണ്. സ്ലാബിന്റെ മുകളിൽ വെള്ളം ഉണ്ടെങ്കിലും ഇതിന്റെ പാറ്റേൺ ഒന്നും സംഭവിക്കില്ല. SS-ന്റെ നാക്ക് വെച്ചിട്ട് വരുന്നതാണ്. അപ്പൊ ഇത് എങ്ങനെയാ വെറുതെ എങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക? അപ്പൊ വെറുതെ ടേബിളിൽ വെച്ചാൽ മതി. നമ്മൾ ടേബിളിൽ എങ്ങനെയാ വെറുതെ വെച്ചാൽ മതി. അതായത് ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ നമ്മൾ വെറുതെ വെക്കുക. നമ്മുടെ ബോഡി കൊണ്ട് ചെറുതായിട്ടൊന്ന് സൈഡ് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാവുന്നത്. ഏകദേശം എത്ര രൂപ വില ഉണ്ട് ഇതിന്? ഇതിന് ഏകദേശം 500 രൂപ വില. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും എടുത്ത് കൊണ്ടുപോകാനും കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഏറ്റവും സൗകര്യമായിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഓണാശംസകൾ നേരെയാണ്. നല്ലൊരു കച്ചവടം ഉണ്ടാവട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ കിഴക്കേ ഗോപുരനടയുടെ മുമ്പിലെ പൂസ്റ്റാളിൻ്റെ മുമ്പിലാണ്. നമ്മളിപ്പോൾ കിഴക്കേ നടയുടെ മുമ്പിൽ, അതായത് പാറമേക്കാവിൻ്റെ മുമ്പിലത്തെ പൂക്കലട. ഏറ്റവും ആദ്യം, അതായത് ഓണത്തിനൊക്കെ ഏറ്റവും ആദ്യം പൂക്കൾ എത്തുന്ന ഒരു ഭാഗം അതാണ്. ഇവിടെയാണ് ആളുകൾ കണ്ണടച്ച് വരിക പൂക്കൾ വാങ്ങാനായിട്ട്. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഓണത്തിൻ്റെ തലേദിവസം ഉത്രാളപ്പാച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ഇവരോട് ചോദിച്ചറിയാം എന്തൊക്കെയാണ്, എങ്ങനെയുണ്ട് ഈ കൊല്ലം എന്നുള്ളത്. നമസ്കാരം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പൂക്കച്ചവടക്കാരോടൊപ്പം ഉണ്ട്. കേരളത്തിൽ വിവിധ തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓണം, കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം. അതുപോലെ തന്നെ തൃശ്ശൂരിനെ കുറിച്ച് പറയണ്ട, അതായത് പുലിക്കളിക്ക് ഇനി വരാതിരിക്കണുള്ളൂ. നമസ്കാരം ചേട്ടാ. എന്താണ് പൊരിക്കലേ? ഇത് നോക്കിയേ, നമ്മുടെ ഓണം എന്ന് പറഞ്ഞാലേ അത് നമ്മുടെ ഒരു വികാരമാണ്. അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യും, മാക്സിമം അടിച്ചു പൊളിക്കും. ഇത് നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടെ സ്റ്റാൾ നടത്തുന്നുണ്ട്. അതായത് ഇപ്പൊ ഈ ഒരു ഓണായിട്ട് നമ്മളൊരു അത്തത്തിന് മുമ്പ് ഒരു 2 ദിവസം മുമ്പ് തൊട്ടിട്ട് നമ്മളിവിടെ സ്റ്റാളുണ്ട്. അത് വളരെ നല്ല രീതിയിൽ തന്നെ ഒരുപാട് ആളുകൾ, അതായത് തൃശ്ശൂരിന്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്.
നല്ല രീതിയിൽ തന്നെ നമുക്ക് കച്ചവടം നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ ആണല്ലോ പെട്ടെന്ന് പൂക്കൾ എന്ന് പറഞ്ഞ മൈൻഡിൽ വരിക. തീർച്ചയായിട്ടും. അതായത് ഈ പാറമേക്കാവ് അമ്പലം അതിന് തിരുവമ്പാടി, അതായത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ സ്ഥലം തരുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡാണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ കേരളത്തില് ഇത്രയും കച്ചവടം നടക്കുന്ന ഒരു ഏരിയ, പൂക്കച്ചവടം നടക്കുന്ന ഒരു ഏരിയ വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ലേലം പോകുന്ന സ്ഥലവും ഇത് തന്നെയാണ്. അപ്പൊ എത്ര തരം പൂക്കൾ ഏകദേശം ഇപ്പോ ഓൾറെഡി നല്ല ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്? നമുക്കൊരു കേരളത്തില് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പൂക്കളും നമുക്ക് ഇവിടെ കിട്ടും. അതായത് നമുക്ക് പ്രധാനമായിട്ടുള്ള നമ്മുടെ വിപണി എന്ന് പറഞ്ഞാൽ തമിഴ്നാട് വിപണിയാണ്. എങ്കിൽ കൂടിയിട്ട് അവിടെ നിന്ന് വരുന്ന എല്ലാ പൂക്കളും നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ, അതായത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാവുന്ന രീതിയിൽ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ നമ്മൾ വളരെ മിതമായ രീതിക്ക് നിരക്കിൽ നമ്മൾ കൃത്യമായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഓണാഘോഷം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവരെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അതുപോലെ ഒരുപാട് ആളുകളും ഇവിടെ വന്നിരിക്കുന്നുണ്ട്. നമുക്ക് മറ്റ് സെക്ഷനിലേക്ക് പോവാം. ഓണത്തിന് പ്രധാനപ്പെട്ട ഒരു പൂവാണ് തുമ്പപ്പൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പല സ്ഥലത്തും ഇപ്പോൾ അന്യം നിന്ന് പോകുന്ന സംഭവങ്ങളാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരുപാടുണ്ടായിരുന്നതാണ്. നമസ്കാരം ഭായി. ഈ തുമ്പപ്പൂ കൊണ്ടുവന്ന ചേട്ടനാണോ? അല്ല, ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാവില്ലേ? ഇത് കൊണ്ടതാണ്. നമ്മുടെ ഇവിടെ കത്തൊന്നുമില്ല. പാലക്കാട്. ഇത് എങ്ങനെയുള്ള ആളുകളെ കൊണ്ടുപോകാറ്? ഇതിപ്പോ അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ അങ്ങനെ പോയപ്പോ പൂക്കളിടാനും മറ്റും കാര്യത്തിന് തന്നെയാണോ? ഓണം കൊള്ളാനൊക്കെ ഇട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് കൂടുതലടിച്ചിടാവുന്നത്. ആ ഭാഗത്ത് തന്നെ ചെയ്യാറില്ല. ഈ ഭാഗത്തൊക്കെ ഈ ഓണം കൊള്ളാനൊക്കെ ആയിട്ട്. അപ്പൊ 2 ദിവസം പ്രയത്നം ഉണ്ടാവില്ലേ അത്? പിന്നെ ഞങ്ങൾ തലേദിവസം തന്നെ പറിച്ചു വയ്ക്കും. തലേദിവസം പറിച്ച് വെള്ളം തെളിച്ച് വെച്ചിട്ട് അവിടെ തന്നെ കൊണ്ടുവരുന്നത്. തൃശ്ശൂര് പ്ലാസ്റ്റിക്കിന്റെ പൂക്കള്, അതുപോലെ തന്നെ ഒരുപാട് മാധ്യമപ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട്. തുമ്പപ്പൂ എന്തായാലും വെറൈറ്റി ആയിട്ട്, അതായത് ഇനിയുള്ള കാലഘട്ടത്തിൽ വെറൈറ്റി എന്നേ പറയാൻ നിർത്തിയുള്ളൂ. കാരണം നമ്മളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മുറ്റത്തും അതുപോലെ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു തുമ്പപ്പൂ. ഇപ്പോൾ ഒന്ന് കാണണമെങ്കിൽ നമ്മൾ തൃശ്ശൂർ നഗരത്തിൽ വരേണ്ട ഒരു സ്ഥിതിവിശേഷം ആയിരിക്കുകയാണ്. അങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുപോവാണ്. നമുക്ക് ഇനിയും കുറച്ച് ആളുകളെ കൂടി പരിചയപ്പെടാം. പാർട്ടിയാണെങ്കിൽ അടയ്ക്കാം. മറ്റേത് 9 കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ തൃശ്ശൂർ നഗരം ഓണത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷം തൃശ്ശൂർ നഗരത്തിലാണ്. ഇവിടെ കേരളത്തിലെ മുൻനിര ചാനലായ 24 ചാനൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ഒരുപാട് ചാനലുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷം കഴിയുന്നവരും തൃശ്ശൂർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വേറൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പൂരത്തിന് ഇതുപോലെ റിപ്പോർട്ട് ചെയ്ത് പോയ പിന്നെയാണ് വലിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ പ്രശ്നങ്ങളില്ലാതെ തന്നെ വർഷങ്ങൾ പോട്ടെ, ആളുകൾ തിക്ക് തെറ്റ് പറ്റും. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും പോലീസ് ഉണ്ട് കേട്ടോ. നമ്മൾ മഫ്തിയിൽ പോലീസ് ഉണ്ട്, അതുപോലെ തന്നെ യൂണിഫോമിലുണ്ട്. നിങ്ങൾ ഫുള്ള് കൺട്രോളിലാണ്. ആരും ഇവിടെ വന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിക്കേണ്ട. ഇത്രയധികം ആൾ വന്നാലും അവരെയൊക്കെ നോക്കുന്നതിനും സുരക്ഷ ഒരുക്കുന്നതിനായിട്ട് ഒരു പ്രത്യേക വിങ് തന്നെ ഈ പ്രദേശത്തുണ്ട്. നമ്മുടെ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരു കുടുംബം വന്നിട്ടുണ്ട്. അമ്മ എവിടെയാണ് സ്ഥലം? കളിക്കുളം. ഓണത്തിന്റെ തലേദിവസമായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണല്ലേ? എന്താണ് അമ്മയുടെ പേര്? സുജാത. നിങ്ങളുടെ പേരെന്താണ്? എവിടേക്ക് പഠിക്കണേ? എവിടെ പഠിക്കണേ? ഓണായിട്ടൊരു പാട്ട് പാടിയാലോ? മൂന്നാളും കൂടി. എനിക്ക് പാട്ട് പാടാൻ അറിയാം. ഒരു പാട്ട് പാടിയോ? വരാറുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു ഉണ്ണികളായിട്ട് ഒന്ന് കറങ്ങി അങ്ങനെ പോന്നാണ് അവിടേക്ക്. അതാണ് വേണ്ടി നടക്കുന്നത്. ഓണത്തിന്റെ പരിപാടികൾ, മറ്റ് സദ്യയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ വരാണ്ട്. ഇപ്പൊ ഞാൻ ഉണ്ണി മാത്രമുള്ള വീട്ടിലാണ്. ഇവര് വന്നിട്ടാണ് ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ ഒരിക്കലും കാര്യങ്ങളൊക്കെ. പ്രാവശ്യം എന്താണ്, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? പായസം ഏത് പായസം വെക്കണം? പായസം എന്തായാലും ഒരു മോണ്ടരും. അതല്ലേ. എവിടെയാ? നമ്മുടെ അയ്യന്തോള് ഭാഗത്ത് മാറ്റി.
നമ്മളിപ്പോൾ കടല വറക്കുന്ന ചേട്ടൻ്റെ ഒപ്പം ഉണ്ട്. കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേട്ടൻ അറിയാം. ചേട്ടനിവിടെ എന്നും പെരുന്നാളാണോ? അല്ലേ? ഇപ്പോൾ എങ്ങനെയുണ്ട്? തിരക്കുണ്ടോ ഓണായിട്ട്? അല്ലേ? എത്ര ദിവസമായിട്ട് ഇവിടെ ഉണ്ട്? 2 ദിവസമായിട്ടില്ലേ? ആളുകൾ ഒരുപാട് പേര് വന്ന് പോകണ്ട? എന്താണ് ഓണാശംസകൾ പറയാനുള്ളത്? ഓണത്തിന് അവിടെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അതെ അതെ, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ? അതിൻ്റെ ഒരു കുറവ് കച്ചവടത്തിലുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പോൾ നമസ്കാരം. അപ്പോൾ പായസമൊക്കെ കഴിഞ്ഞു. നല്ല ഗംഭീരമായിട്ട് 2 ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ 2 ട്രിപ്പും കഴിഞ്ഞാൽ അത്രയധികം ജനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇപ്പോൾ ഓണത്തിന്റെ തലേദിവസമൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ എല്ലാവരും ഈ പ്രാവശ്യം ശരിക്കും പറയാൻ ഇത്തിരി കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു 400 പായസം പോയാലും എനിക്ക് തോന്നുന്നു വിവിധ സ്ഥലങ്ങളിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാത്ത സാഹചര്യത്തിൽ അപ്പൊ ഫാമിലി ആയിട്ട് ഒന്ന് കറങ്ങാം എന്നൊക്കെ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവാം. അങ്ങനെ വിചാരിച്ചപ്പോഴാണ് അവർ മാവേലിനെ കാണുന്നത്. അപ്പോൾ കറക്റ്റ് നല്ലൊരു വൈബായി. അപ്പോൾ പ്രജകൾക്കൊക്കെ ഒരിക്കൽ കൂടി പ്രജകൾക്കൊക്കെ ഒരു ആശംസകൾ നൽകിക്കോ. അതെ, എല്ലാവർക്കും നമ്മുടെ ഓണാശംസകൾ നേരുന്നു. എല്ലാവരും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുക. മനസ്സിൽ ഒരു ചിന്തയും വേണം. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആവണം. എന്തായാലും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആവണം. അത് ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ട് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ക്ലിയർ ആക്കണം. മാവേലി എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണ്ടാത്ത പണികൾക്കൊന്നും നിൽക്കണ്ട. ചെറിയ കുട്ടികളെടുത്ത് തമാശയ്ക്ക് പോലും ലഹരിയുടെ കാര്യങ്ങൾ പറയരുത്. കാരണം പാതാളത്തിൽ പോയിട്ട് എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ചെറിയ കുട്ടികളുടെ അടുത്ത് തമാശയ്ക്കാണ് പറഞ്ഞത് ലഹരിയുടെ കാര്യങ്ങൾ. അപ്പോൾ അവരത് മാവേലിയായിട്ട് പിണങ്ങിയപ്പോൾ അവരത് സീരിയസ് ആയിട്ട് കണ്ടു. അത് അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്തു. മാവേലി അങ്ങനെ പറഞ്ഞു. പക്ഷെ തമാശയ്ക്ക് പറഞ്ഞ് കൈകൊട്ടി ചിരിച്ചാണ് മാവേലി എല്ലാവരുമായിട്ട് ക്യാരം ബോർഡ് കളിക്കുമ്പോൾ. അപ്പോൾ ചെറിയ കുട്ടികളുടെ അടുത്ത് തമാശ പറയരുത് എന്നാണ് ലഹരി. ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് മാവേലി പറയണത്. ലഹരി പദാർത്ഥത്തെ കുറിച്ച് ചെറിയ കുട്ടികളടുത്ത്, പ്രായപൂർത്തിയായ കുട്ടികളടുത്ത് പറയരുത്. ആ വാക്യം ഉച്ചരിക്കരുത്. അതാണ് ഈ വർഷത്തെ മാവേലിയുടെ ഉപദേശം. ഇതാണ് പ്രജകളുടെ അടുത്ത് മാവേലി വന്നത് ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മാവേലി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കും പറയാനുള്ളത്, അമ്പാനെ കുട്ടികളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ നിരന്തരം വാർത്തകൾ ചെയ്യുന്നുണ്ട്. പലതരത്തിലും പല രീതിയിലുള്ള കച്ചവടങ്ങളാണ് ചെയ്യുന്നത്. ലഹരി പിടിച്ചു കഴിഞ്ഞാൽ ആദ്യകാലത്തെ പോലെയല്ല, നല്ല കൃത്യമായിട്ട് ഫോട്ടോയൊക്കെ എഡിറ്റ് ചെയ്ത് നമ്മളുടെ ഉദ്യോഗസ്ഥരുടെ പേജിലൊക്കെ വരും, ലോകം മുഴുവൻ കാണുന്ന തരത്തിൽ. അപ്പോൾ കുട്ടികൾ നേർവഴിക്ക് പോകേണ്ടത് രക്ഷിതാക്കളുടെ ഒരു ശ്രദ്ധ പൂർണ്ണമായിട്ട് വേണം. മൊബൈലിലൊക്കെ വരുന്ന കാലഘട്ടത്തിൽ കുട്ടികൾ മൊബൈൽ നോക്കുന്നുണ്ട്, അതുപോലെ എങ്ങടെങ്കിലും പോകുന്നുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് ഉത്തരവാദിത്വം കൂടി രക്ഷിതാക്കൾക്കുണ്ട്. അപ്പോൾ കുട്ടികളുടെ അടുത്ത് ലഹരി എന്നൊരു വാക്ക് പറയരുത് എന്നും കൂടിയാണ് മാവേലി പറഞ്ഞിരിക്കുന്നത്. ഓണപരിപാടികൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കണം. അതിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഇറങ്ങിയതാണ്. എന്ത് ചെയ്യുന്നു? ബാങ്കിലാണ്, സൗത്ത് ഇന്ത്യൻ മേഖലയിൽ. എവിടെ? തൃശ്ശൂർ തന്നെയാണ്. എവിടെ സ്ഥലം പറഞ്ഞേ? അരുണാട്ടുകര. ഓണസദ്യയും കാര്യങ്ങളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഓരോ വർഷം കൂടുമ്പോൾ തിരക്ക് കൂടി വരുന്നൊരു സാഹചര്യമാണ്. എന്തായാലും നിങ്ങൾക്കും ഒരു ഓണാശംസകൾ നേരെയാണ്. സമ്പദ് സമൃദ്ധിയുടെ ഒരു വർഷമാവട്ടെ. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിലെ ഓണക്കാഴ്ചകളാണ്. അതായത് ഉത്രാടപ്പാച്ചിലാണ് നമ്മൾ കണ്ടത്. മറ്റ് വർഷങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് ആളുകൾ അതായത് കാഴ്ച കാണുന്നതിനും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്നതിനുമായിട്ട് എല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും തൃശ്ശൂർ വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിൽ നിന്നും എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഓണാശംസകൾ നേരുകയാണ്. നമുക്ക് മറ്റു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.